വീട്ടിലാക്കി നാട് വിട്ടതെന്തിനാ? മോളെ ജാസു എയറിലെത്തിയാലും ഡാൻസ് നിർത്തേ മതി. ആ സ്ത്രീ എനിക്കറിയാം. സത്യമായിട്ട് ഞാൻ പ്രഗ്നന്റ് ആണ്. ആണുങ്ങൾ പ്രസവിക്കുവോ അല്ലെങ്കിൽ ട്രാൻസ് ആയിട്ടുള്ളവർ പ്രസവിക്കുവോ എനിക്കറിയില്ല കേട്ടോ. ഇമാതിരി നുണയാണ് ഈ പുള്ളിക്കാരി പുള്ളിക്കാര എന്തെങ്കിലും ആവട്ടെ ഈ ജാസി വന്ന് പറയുന്നത്. ഞാനൊരു കുട്ടിക്ക് ജന്മം നൽകാൻ പോകുന്നു എന്നുള്ള രീതിയിൽ ജാസി കുട്ടിക്ക് ജന്മം നൽകുന്നു പറഞ്ഞിട്ടുണ്ടോ? അങ്ങനെ പറഞ്ഞിട്ടില്ല ജാസി. ജാസി ഒരു കുട്ടിക്ക് ജന്മം നൽകാൻ പോകുന്നു ജാസി എങ്ങും പറഞ്ഞിട്ടില്ല. പക്ഷെ ജന്മം നൽകാൻ പോകുന്നു പറഞ്ഞിട്ടുണ്ടോ? ഉണ്ടോ? ഞാൻ പ്രഗ്നന്റ് ആണെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അങ്ങനെ പറഞ്ഞിട്ട് കുട്ടിയായി കഴിഞ്ഞാൽ കുറുക്ക് വരകാന് നല്ലല്ലേ? ഈ കമ്മ്യൂണിറ്റിയിൽ കുറെ ആൾക്കാരുണ്ട്, കമ്മ്യൂണിറ്റിയെ താഴ്ത്തി കെട്ടുന്ന. കമ്മ്യൂണിറ്റിയിലെ ജാസു കമ്മ്യൂണിറ്റി എങ്ങനെയെങ്കിലും വളർന്ന് പോയിക്കോട്ടെ. എന്തിനാണ് ഇത്ര വലിയ ഒരു ഇത് കുശുമ്പ്? എന്തിനാണ്? ഈശ്വര, ഇവിടെ ആരെങ്കിലും വളർന്നോട്ടെ, ഏതെങ്കിലും കമ്മ്യൂണിറ്റി വളർന്നോട്ടെ, ഏത് കമ്മ്യൂണിറ്റി എങ്ങനെയെങ്കിലും ജീവിച്ചോട്ടെ. നിങ്ങൾക്കൊക്കെ എന്താ പ്രശ്നം? നിങ്ങൾക്കൊക്കെ അത് എന്ത് പ്രശ്നം ഉണ്ടാക്കുന്നത് എനിക്ക് മനസ്സിലാവുന്നില്ല. എന്തിനാണ് ജാസി ഇങ്ങനെ വന്ന് എല്ലാവരുടെയും ഊക്ക് വാങ്ങുന്നേ? ആ വഴിക്ക് അങ്ങ് ജീവിച്ചു പൊക്കൂടെ? ഹലോ, ജാസിയാണ്. അപ്പോൾ കുറേ ദിവസങ്ങൾക്ക് ശേഷം ഞാൻ ഇന്നാണ് കുളിക്കുന്നത്. ഡോക്ടർ പറഞ്ഞു എനിക്ക് കുളിക്കൊക്കെ ചെയ്യാമെന്ന്. അങ്ങനെ ഞാൻ ഇന്ന് കുളിക്കാൻ വേണ്ടി പോയി. എനിക്ക് ഭയങ്കര പേടിയായിരുന്നു. ഒന്ന് ഒറ്റയ്ക്ക് കുളിക്കാൻ, രണ്ട് സ്റ്റിച്ചിട്ട ഭാഗങ്ങളിലേക്ക് വെള്ളം വന്നു കഴിഞ്ഞാൽ അതൊരു പേടി എനിക്ക്. ഗർഭം കഴിഞ്ഞ് പിന്നെ പിറ്റേ ദിവസമായിരുന്നു പിന്നെ വന്നത് സർജറി. അത് അടുത്തോണം, അത് നമുക്ക് അന്വേഷിക്കേണ്ട ആവശ്യമില്ല. തമാശ എന്താ വെച്ച് കഴിഞ്ഞാൽ ഈ സർജറി കഴിഞ്ഞപ്പോ ഇത്താത്തക്ക് ഗർഭം പോയി. എന്നാൽ ആരായിരിക്കും? ഇതാണ് അടാറ് ചരക്ക്. അയ്യേ, ഇതൊക്കെ കൂടാണ്ട് അതിന് മേലത്തേന് തുണി പൊക്കി കാണിച്ചു കൊടുക്കുക. സർജറി ചെയ്തു നിങ്ങൾ, അതിന് മേലത്തേന് പിന്നെ തുണി പൊക്കി കാണിച്ചു കൊടുക്കേണ്ട ആവശ്യമുണ്ടോ? ഇതിനൊക്കെ എന്താ ആവശ്യമുണ്ട് ജാസി? അല്ലാതെ തുണി ഊരി കാണിച്ചു, തുണി പൊക്കി കാണിച്ചു, വൈറലാകാൻ വേണ്ടി എന്തൊക്കെയാ പറഞ്ഞു. ആ ഒരു ഫ്രണ്ട്ഷിപ്പിന്റെ പുറത്ത് ഒന്ന് കാണിച്ചതാണ് പുള്ളി. നന്നായിട്ടുണ്ട്. നിങ്ങളുടെ ഫ്രണ്ടിന് നിങ്ങൾ ഇങ്ങനെ തുണി പൊക്കി കാണിച്ചു കൊടുക്കുവോ? അല്ലേ വേണ്ട നിങ്ങൾ വൺ മിനിറ്റ് ഈ ദിവാകരൻ പറയാം. എന്റെ പൊന്നു ഗൈസേ, ഈ നിക്കണ ജാസീനെ കൊണ്ട് തോറ്റി. നിങ്ങൾക്ക് എങ്ങാനും ഇളക്കം പിടിച്ചു കഴിഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ ഇത് അക്കൂസെ കാണിച്ചു കൊടുക്കുവോ? ഇളകീസൊക്കെ ഭീകര ജീവി തന്നെ തുണി പൊക്കി കാട്ടി കൊടുക്കുന്നു. ഒന്ന് പറഞ്ഞ രണ്ടാമത്തെ തുണി പൊക്കി കാണിക്കും. ഞാൻ എനിക്ക് തോന്നുന്നു ജാസിയുടെ എല്ലാവർക്കും കുശുമ്പാണ് ജാസിയുടെ വളർച്ചയിൽ. അല്ലെ ജാസി എപ്പോഴും ഇങ്ങനെ തന്നെ. ഞാൻ കാണുന്ന സമയം പോലെ ജാസി നിറ സാന്നിധ്യമാണ്. ഹായ് ഗൈസ്. അപ്പൊ അതിന്റേതായ കുശുമ്പാണ്. പിന്നെ ജാസിയുടെ കാര്യങ്ങൾ എടുത്ത് സോഷ്യൽ മീഡിയ ഇടുമ്പോൾ കുറച്ചുകൂടെ പബ്ലിസിറ്റി കിട്ടും. ചത്ത് കിടക്കുന്ന അക്കൗണ്ട് ഒക്കെ ഒന്ന് കയറി വരും. അതുകൊണ്ട് കുറെ ആൾക്കാർ അതേ പിടിച്ചോണ്ടങ്ങ് ഇറങ്ങി വെക്കുക. കണ്ടുപിടിച്ചല്ലോ കൊച്ചി കല്ലി. അങ്ങനെയല്ല എന്റെ കൊള്ളത് റീച്ച് ആവട്ടെ. ഓടി ദിവാകരനും ജാസിയുടെ വീഡിയോസ് ചെയ്ത് തിന്നുന്നു. റീച്ച് ഇല്ലാത്ത ആളുകളൊക്കെ ജാസിനെ വെച്ചിട്ട് റീച്ച് ഉണ്ടാക്കുന്നു, വരുമാനം ഉണ്ടാക്കുന്നു. നല്ല കാര്യം, ഉണ്ടാക്കട്ടെ. ലോകത്തിലേക്ക് ഏറ്റവും വലിയ അലവലാതിക്കുള്ള ഒളിമ്പിക് സ്വർണം നിനക്ക് കിട്ടുമെന്നായിരുന്നു എന്റെ പ്രതീക്ഷ. പക്ഷെ ഇപ്പൊ മനസ്സിലായി, നിനക്ക് വെള്ളിയേ കിട്ടുള്ളൂ. ഇത്രയൊക്കെ ഉള്ളൂ വീഡിയോയിൽ. അപ്പോൾ ജാസി എന്ന് പറയുന്ന ഈ ഒരു വ്യക്തി എപ്പോഴും ട്രെൻഡിങ്ങിൽ കയറാൻ വേണ്ടി ഓരോരോ ടോപ്പിക്കാണ് ഡെയിലി ഇട്ടുകൊണ്ടിരിക്കുന്നത്. അത് നുണ പറഞ്ഞിട്ട് അതിന് മൂഡ് താങ്ങാനായിട്ട് കുറേ മീഡിയാസ്കാരും, കുറേ നീലക്കുയില്, പച്ചക്കുയില്, മഞ്ഞക്കുയില് എന്ന് പറഞ്ഞിട്ട് കുറേ മീഡിയക്കാരും. അപ്പോൾ ഇനി ഇത്രയൊക്കെ ഉള്ളൂ. നെക്സ്റ്റ് വീഡിയോയിൽ കാണാം. അപ്പൊ എന്റെ പൊന്നു ഗൈസേ, ചാനലൊക്കെ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, കമന്റ് ചെയ്യുക, ഷെയർ ചെയ്യുക. അപ്പൊ ബൈ.